ഓർബിറ്റ് കമ്പ്യൂട്ടേഴ്സിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഞങ്ങൾ ഇന്ന് നമ്മൾ എക്സലിൽ പഠിക്കുന്നത് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അതായത് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഷീറ്റിലെ കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഹോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ഫോർമാറ്റ് എന്നുള്ളതിൽ വരിക. അവിടെ ഫോർമാറ്റിനകത്ത് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിൻഡോയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ പാസ്വേഡ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അത് കൊടുക്കുന്ന ആൾക്ക്, പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ആ വേഡ് ഏതാണെന്ന് അറിയാവൂ. ഓക്കെ കൊടുക്കുക. അപ്പോൾ വേറൊരു വിൻഡോ വരും, കൺഫേം പാസ്വേഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം കൊടുത്ത അതേ വേഡ് തന്നെ ഒന്നുകൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷീറ്റ് പ്രൊട്ടക്റ്റ് ആയി. അപ്പോൾ നിങ്ങൾ അതിലേതെങ്കിലും കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് ഡിലീറ്റ് ആവില്ല, കാരണം ആ ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുകയാണ്. അപ്പം ഇനി ഇതിൽ എന്തെങ്കിലും നമ്മൾക്ക് എൻറ്റർ ചെയ്യണം എങ്കിൽ തന്നെ ഇത് അൺപ്രൊട്ടക്റ്റ് ചെയ്താലേ പറ്റൂ. അപ്പോൾ അതിനും നമ്മൾ ഹോമിൽ വരിക, ഫോർമാറ്റ് അൺപ്രൊട്ടക്റ്റ് ഷീറ്റ് ക്ലിക്ക് ചെയ്യാം. പാസ്വേഡ് ഏതാണെന്ന് വെച്ചാൽ ആദ്യം കൊടുത്തത് ടൈപ്പ് ചെയ്തു. ഇനിയും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അൺപ്രൊട്ടക്റ്റ് ആയി. ഇനിയിപ്പം ഇതിൽ ഡിലീറ്റോ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും, കാരണം അത് അൺപ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർബിറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.